യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 5 വാക്യം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. പ്രിയ ദൈവപൈതലേ, 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ സ്വരം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവൻ അടിപ്പിണരാൽ ഏറ്റത്. അവൻ്റെ തലയിൽ മുൾമുടി അടിച്ചത് അത് വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ആര് വിശ്വസിക്കുമോ അവരുടെ മേൽ ഈ വിടുതൽ വ്യാപരിക്കുവാനിടയാകും. ഈ സ്വരം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം, ഏതെങ്കിലും ക്ഷീണത്താലായിരിക്കുന്നോ, രോഗത്താലായിരിക്കുന്നോ, ഏതു ഭാരമാണ് നിങ്ങളെ അലട്ടുന്നത്, ആ വിഷയങ്ങളെ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഈ സമയം യേശു എനിക്ക് വേണ്ടി മരിച്ചു, ആ കർത്താവിൽ എനിക്കൊരു വിടുതലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുന്നുണ്ട്, നിങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. കാരണം വചനം സത്യവും ഒരിക്കലായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിൻ്റെ ശക്തിയാണ് ഈ സമയം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. ആകയാൽ ആ ഉറപ്പോടെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ആ വിടുതൽ എൻ്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്, ഞാൻ സൗഖ്യമാകും എന്ന ഉറപ്പിൽ നിങ്ങൾക്കായിരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.